ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ആഴിമല ശിവക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്തിനടുത്താണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ വാസ്തുശൈലി തമിഴ്നാട്ടിലൊക്കെ ക്ഷേത്രങ്ങളുമായിട്ട് വളരെ സാമ്യമുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്ഷേത്ര കവാടമായാലും ഗോപുരങ്ങളും അതേമാതിരി ഗണപതി, മഹാവിഷ്ണു, മുരുകൻ, അയ്യപ്പൻ, ഹനുമാൻ തുടങ്ങിയ വിവിധ ഹൈന്ദവ ദേവതകളുടെ വർണ്ണാഭമായ ശില്പങ്ങളാൽ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു എൻട്രൻസിൽ കൂടെയാണ് കേട്ടോ നമ്മൾ ആഴിമല ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു സൈഡിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ കാർ പാർക്കിങ്ങും ഒക്കെയാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ആ ഭാഗം ഫുള്ളും സീ സൈഡാണ്, കടലിനോട് ചേർന്നിട്ടാണ് ഈ ഒരു ടെമ്പിൾ. ഈ സൈഡിൽ കൂടെ നോക്കിയാൽ ഇവിടെയൊക്കെ കടലാണ്. അപ്പോൾ കടൽ തീരത്താണ് ഈ ഒരു ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു അമ്പലത്തിലെ വാസ്തുശൈലി ആണെങ്കിലും ദ്രാവിഡ വാസ്തുശൈലി ആ ഒരു ഇതിലാണ് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണെങ്കിലും കാണാനൊരു നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ നമ്മളിതൊരു തമിഴ്നാട്ടിലൊക്കെ ഒരു അമ്പലത്തിൽ പോയി വിസിറ്റ് ചെയ്യുന്ന ഒരു പ്രതീതിയാണ് കേട്ടോ ഈ അമ്പലത്തിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇവിടെ നല്ല ശില്പങ്ങളൊക്കെ നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ കൊത്തിവെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ടെമ്പിൾ എന്ന് പറയുന്നത് ഭയങ്കര വലിയ ടെമ്പിളൊന്നുമല്ല കേട്ടോ, ഒരു ചെറിയൊരു അമ്പലമാണ് കേട്ടോ. പിന്നെ ഈ ഒരു ടെമ്പിളിൻ്റെ ഏറ്റവും വലിയൊരു ആകർഷണം എന്ന് പറയുന്നത് കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന 58 അടി വരെയുള്ള ശ്രീ പരമേശ്വരൻ്റെ ഗംഗാധര രൂപത്തിലുള്ള മനോഹരമായ ഒരു ശില്പമാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എക്സിറ്റ് കവാടാണ്. അപ്പോൾ നമുക്കതിൻ്റെ എൻട്രൻസിൽ വഴി ഉള്ളിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു ഇതിൽ കൂടെ പോയിട്ടാണ് നമ്മൾ ആ ഒരു കടൽ തീരത്തേക്ക് എത്തുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പരമശിവൻ്റെ ഗംഗാധര രൂപത്തിലുള്ള മനോഹരമായ ഒരു ശില്പമാണ് കേട്ടോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശിവൻ്റെ ഈ കോൺക്രീറ്റിലുള്ള ശില്പം സ്ഥാപിച്ചതിന് ശേഷമാണ് ഈ ക്ഷേത്രത്തിന് കൂടുതൽ പ്രസിദ്ധി ഒക്കെ ആർജിച്ചത്. അപ്പോൾ 2014 ഈ ശില്പത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. 2020 കൂടിയിട്ട് ഇതിൻ്റെ നിർമ്മാണമൊക്കെ പൂർത്തിയാക്കി പിന്നെ ഇത് പബ്ലിക്കിന് വിട്ടുകൊടുത്തു. അപ്പോൾ ഇതിനോട് ചുറ്റപ്പെട്ട് ചെറിയ അമ്പലമൊക്കെയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അതൊരു ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ഫുൾ വ്യൂ ആണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ കടൽ തീരത്തിനോട് കൂടിയിട്ട് കടൽ തീരത്തിനടുത്തായിട്ട് ശിവൻ്റെ പ്രതിമയുണ്ട്. പിന്നെ അപ്പുറമൊക്കെ കടലാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നല്ല കടൽക്കാറ്റ് ഇങ്ങോട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ശില്പം കടൽക്കാറ്റിനെ ഇങ്ങോട്ടേക്ക് തടഞ്ഞു നിർത്തുന്ന ആ ഒരു ഇതിലൊക്കെയാണ് ഈ ഒരു ശില്പം നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നല്ല വ്യൂ ആണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഈ ശില്പമാണെങ്കിലും നല്ല നല്ല അടിപൊളിയായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ ശില്പത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗംഗാദേവിയെ ജടയിൽ നിന്ന് മോചിപ്പിക്കുന്ന ചതുർഭുജങ്ങളോട് കൂടിയ ശിവനെയാണ് കേട്ടോ ഈ ശില്പത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ശില്പത്തിൻ്റെ വലത് കയ്യിലാണെങ്കിൽ ഒരു കയ്യിൽ ഡമരവും ഇടത് കയ്യിൽ ത്രിശൂലവും കയ്യിലാണെങ്കിൽ ജടയ്ക്കുള്ളിലൂടെ ഉയർത്തിയ നിലയിലൊക്കെ ആയിട്ടാണ് ഈ ശില്പം സ്ഥാപിച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. അധികം ടൂറിസ്റ്റുകളൊക്കെയാണ് ഇപ്പോൾ ഇവിടേക്ക് വരുന്നത്. ഈ കാണുന്നതാണ് ഇവിടെ ഉള്ള ഒരു അമ്പലം കേട്ടോ. അമ്പലം അധികം വലുതൊന്നുമല്ല, ചെറിയ അമ്പലങ്ങളാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറിയ അമ്പലങ്ങളായിട്ടാണ്. അപ്പോൾ അവിടെയാണെങ്കിലും അമ്പലത്തിൻ്റെ അവിടെയാണെങ്കിലും ശിവൻ്റെ പ്രതിഷ്ഠയാണുള്ളത്. ഈ ഒരു ടെമ്പിൾ ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ശിവൻ്റെ ശില്പത്തിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെയാണ് അധികം ആൾക്കാർ വരുന്നത്. അമ്പലത്തിൻ്റെ അവിടെ വലിയ പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല കേട്ടോ. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ആൾക്കാർ വന്നിങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട്. എല്ലാ മതത്തിലുള്ള ആൾക്കാരും ഇവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിലും ഇവിടുത്തെ ഇത് കാണാൻ നല്ല വ്യൂ ആണ്, നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്. പിന്നെ ഈ ശിവൻ്റെ ഈ ശില്പം സ്ഥാപിച്ചിരിക്കുന്നത് 20 അടി ഉയരമുള്ള ഒരു പാറയിലാണ് കേട്ടോ. അപ്പോൾ ഇത് ശില്പം കാണാനാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ഈ ശില്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഐശ്വര്യമായിട്ടുള്ളൊരു ശിവൻ്റെ ഒരു പ്രതിമ തന്നെയാണ് കേട്ടോ അത്. പിന്നെ ഈ പ്രതിമ ഇരിക്കുന്ന സ്ഥലത്ത് പണ്ട് കാലങ്ങളിൽ യോഗികളൊക്കെ തപസ് ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ പഞ്ചപാണ്ഡവന്മാർ വനവാസകാലത്ത് ഇവിടെ വന്നതായിട്ടും ഐതിഹ്യമുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശാനുസരണമാണ് ഇവിടെ ക്ഷേത്രം സ്ഥാപിക്കുന്നത്. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോൾ 2014 ഇവിടെ ഒരു ശില്പത്തിൻ്റെ നിർമ്മാണം തുടങ്ങുന്നതും 2020 ശില്പത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയതും. അതിനുശേഷമാണ് ഈ ഒരു അമ്പലത്തിന് ഇത്രയും അധികം ഒരു പ്രസിദ്ധി കിട്ടുന്നത് കേട്ടോ. അമ്പലം ചെറുതാണെങ്കിലും ഈ ഒരു ശിവൻ്റെ ശില്പം കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ.
അപ്പോൾ എന്തായാലും കേരളത്തിലുള്ള ഈ ഒരു ക്ഷേത്രത്തിൽ വരാത്തവരാണെങ്കിലും എന്തായാലും വന്നൊന്ന് വിസിറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. ഈ ഒരു ശിവൻ്റെ ശില്പം എന്ന് പറയുന്നത് അത്രയ്ക്കും മനോഹരമാണ്. ഇവിടുത്തെ കാഴ്ചകളാണെങ്കിലും അതിമനോഹരമാണ് കേട്ടോ. അപ്പോൾ ഒരു വട്ടമെങ്കിലും ഇവിടേക്ക് ഈ ആഴിമല ശിവ ടെമ്പിളിലൊന്ന് വന്ന് വിസിറ്റ് ചെയ്യുക. നല്ലൊരു നയന മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.